സാറ് ഡ്യൂട്ടിക്ക് പോകാറുണ്ടല്ലേ? പോകാറുണ്ട് ഗുരുക്കളെ. കൈ ശരിയാന്ന് വെച്ച് കുറച്ച് ദിവസത്തേക്ക് ആരെ ഇടിക്കാനും തൊഴിക്കാനും ഒന്നും പോകണ്ട. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ആരെ ഇടിക്കാനാ ഗുരുക്കളെ? അയ്യോ, വളരെ ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത്. കബഡി ഗ്രൗണ്ടിൽ ഇത്രയും വലിയ അടി നടന്നിട്ട് സാറിന്റെ എല്ല് മാത്രമല്ലേ പൊട്ടിയുള്ളൂ? ചീരിപ്പാച്ചിൽ തടയും ഞങ്ങൾ, ഓരോ ലോഡും തടയും ഞങ്ങൾ, ലോഡും തടയും ഞങ്ങൾ. ശാന്തന്റെ അളിയനാണോ? അത് വലിയ കഥയാന്നേ. ഈ ടിപ്പറിന്റെ ചീർപ്പാച്ചല് കാരണേ ശാന്തൻ വീടിന്റെ മുന്നിൽ ഒരു വലിയ ഹമ്പ് പണിതായിരുന്നു. അന്ന് മുതൽ ശാന്തന്റെ വീടെത്തുമ്പോ ടിപ്പർ സ്ലോ ആകാൻ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസം ശാന്തൻ നോക്കുമ്പോ എന്നാ ലോറിയുടെ ഫ്രണ്ട് സീറ്റ് ശാന്തന്റെ പെങ്ങള്. എന്തായാലും ഒരു അടിക്കുള്ള വകുപ്പായി. ടോമിയും ടീമും കൂടി എത്തിയിട്ടല്ലേ അളിയന്മാര് തമ്മിലുള്ള പ്രശ്നം പൊതുജനങ്ങൾക്ക് ശല്യം ഞങ്ങൾ അങ്ങനല്ലേ പറയത്തുള്ളൂ. നിങ്ങൾ കോറി മുതലുള്ള ആളല്ലേ? നിങ്ങൾ പറഞ്ഞിരുന്നപ്പോഴാണ് കോറി ഞങ്ങൾ അനുമതി കൊടുത്തെങ്കിലേ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പറഞ്ഞു വന്നപ്പോഴല്ലേ അത് എന്താ പ്രശ്നം? സാറേ, ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തില്ലേ? എന്തായാലും തെറ്റുണ്ടോ? പോലീസുകാരെ സാർ പറയട്ടെ. സാറേ പറയത്തില്ലേ? എന്നാ പട്ടാളക്കാരെ സാമൂല് പറയട്ടെ. ആരനുമതി കൊടുത്താലും നശിക്കുന്നത് നമ്മുടെ നാടാന്ന് മറക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാമൂലെ. ഈ മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആരുടെ ഇവനെ ശാന്തന്ന് പേരുകൾ? എന്നാ അടിയായിരുന്നല്ലോ, കണ്ണുപോലും കാണാൻ പുഷ്പേട്ട, നമ്മളെ പൂവൻകോഴിക്കനെ കുത്തനെ. ഉറപ്പായിട്ടും. പക്ഷെ ഇലക്ഷൻ കഴിയുമ്പോൾ ശാന്തൻ എന്റെ ഒരു പോളിസി എടുക്കും. അതിനെന്താ എത്ര പോളിസി എടുക്കാം? പിന്നെ ആത്മഹത്യ ചെയ്ത കാശ് കിട്ടുന്ന വല്ല പോളിസി ഉണ്ടെങ്കിൽ ആ വാഴക്കരെ കൊണ്ടൊന്ന് എടുപ്പിക്കണം. അവന്റെ കുടുംബത്തിനും സഹായമാവുമല്ലോ. ശാന്തന്റെ ശാന്തമായ സ്വഭാവം.